അങ്ങനെ ലാലേട്ടൻ വന്ന എപ്പിസോഡില് ആദില പൊട്ടിക്കരഞ്ഞതും അതിന് കാരണക്കാരൻ നമ്മുടെ അനീഷാണ് എന്നുള്ളതൊക്കെ അവിടെ തെളിഞ്ഞതാണ്. എന്തായാലും ലാലേട്ടൻ പോയതിനു ശേഷം 3 പേരും കൂടെ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അനീഷ് ഒരു ക്ഷമ ചോദിക്കുന്ന രീതിയിലാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. വളരെ താഴ്മയോട് കൂടിയാണ് 3 പേരും കൂടെ സംസാരിക്കുന്നത്. അതിനിടക്ക് നമ്മുടെ ആദിലയാണ് കൂടുതലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അനീഷിനോട്. ആ സമയത്ത് നോറ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നോറ പറഞ്ഞത് ഇങ്ങനെയാണ്: ചേട്ടൻ ഗെയിം കളിച്ചോളൂ, പക്ഷെ ഫീലിങ്സ് വെച്ച് ഗെയിം കളിക്കരുത് എന്നുള്ള ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോറ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നോറയേക്കാൾ കൂടുതൽ സ്മാർട്ടായിട്ട് സംസാരിക്കുന്നതും വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നതൊക്കെ ആദിലയാണ്. ആദില എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോട് കൂടെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടന്റെ മുമ്പിലായാലും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ആദില നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട്. അതൊരിക്കലും ഒരു ഡ്രാമയായിട്ട് ഫീൽ ചെയ്യില്ല. പ്രേക്ഷകർക്ക് ആർക്കും തന്നെ അത് ഫീൽ ചെയ്യില്ല. ഓരോരുത്തർക്ക് അവരുടേതായ പേഴ്സണൽ ലൈഫ് ഉണ്ടാകും. അതിന് ഇടയിൽ കയറി ഓരോന്ന് കാര്യങ്ങൾ അനീഷ് ചോദിച്ചത് ഒട്ടും തന്നെ ശരിയായിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അനീഷ് ഹൗസിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നത് വരെ ഒരു പക്ഷെ എല്ലാവരും അംഗീകരിക്കാം, ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കണക്കാക്കാം. പക്ഷേ നമ്മുടെ ആദിലയുടെയും നൂറയുടെയും പേഴ്സണൽ ലൈഫിൽ കുത്തിപ്പൊക്കിയത് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം.